ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വീണ്ടും 25% പിഴത്തീരുവ കൂടി ചുമത്തി ഇന്ത്യയെ വരിഞ്ഞു മുറുക്കുകയാണ് അമേരിക്ക. സുഹൃത്തായി നടിച്ച് ശത്രുതാ മനോഭാവത്തോടെ ചുമത്തിയ 50% തീരുവ ഇന്ത്യൻ കയറ്റുമതി മേഖലയെയും സമ്പദ് വ്യവസ്ഥയെയും വരെ പ്രതികൂലമായി ബാധിക്കാം. എല്ലാവിധ സംയമനവും തുടർന്നിട്ടും ഏറ്റവും ഉയർന്ന താരിഫ് ചുമത്തി ഇന്ത്യയെ വരുതിയിലാക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ് ഇന്ത്യ. കർഷകരുടെ താൽപര്യത്തിനാണ് ഏറ്റവും വലിയ മുൻഗണനയെന്നും കർഷകരുടെയും കന്നുകാലികളെ വളർത്തുന്നവരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താൽപര്യങ്ങളിൽ വ്യക്തിപരമായി വില നൽകേണ്ടി വന്നാലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും പറയുന്നു പ്രധാനമന്ത്രി. റഷ്യയിൽ നിർണായക സന്ദർശനത്തിലാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും രാജ്യ താൽപര്യങ്ങൾക്കാണ് മുൻഗണനയെന്നും രാജ്യത്തിന്റെ പരമാധികാരത്തിൽ ബാഹ്യ ഇടപെടൽ അനുവദിക്കില്ലെന്നുമുള്ള ഇന്ത്യൻ സന്ദേശം ബോധ്യപ്പെടുമോ ട്രംപിന്? അമേരിക്കൻ വെല്ലുവിളി ഏറ്റെടുക്കുമ്പോൾ പ്രതിസന്ധികൾ മറികടക്കാൻ ഇന്ത്യക്ക് മുന്നിലുള്ള വഴികൾ എന്തൊക്കെ? എക്കണോമിക് ബ്ലാക്ക് മെയിലാണ് അമേരിക്ക നടത്തുന്നതെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ പ്രതിസന്ധി മറികടക്കാൻ രാജ്യം ഒറ്റക്കെട്ടായി അണിനിരക്കുമോ?